ഫാന്റസി അല്ല, പക്ഷെ ഒരു ഫാന്റസി മൂഡൊക്കെ വരുന്നുണ്ട് പടത്തിൽ. ഞാൻ അങ്ങനെ പെട്ടെന്ന് പേടിക്കുന്ന ആളല്ല, പക്ഷെ ഇതിലെ ചില സീക്വൻസ് ഉണ്ട് അപ്പോൾ ശരിക്കും ആ ഒരു ഞെട്ടൽ ഒരു സിനിമ മാത്യുവിന്റെ ഒരു കംബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. രണ്ട് പടം ഇടയ്ക്കൊന്ന് കുറച്ച് ഒരു ഫീൽ മൂവി നന്നായിട്ട് പേടിക്കാനൊക്കെ ഉണ്ടാവും. ആ ശരിക്കും പേടിച്ചോ? ശരിക്കും പേടിച്ചോന്ന് പറഞ്ഞാൽ അത്യാവശ്യം നമുക്ക് പേടിച്ചോ? മാത്യുവിന്റെ അഭിനയമൊക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ചിരിക്കാനൊക്കെ ഒരുപാട് ചിരിക്കാനും പടല്ലേ? സൂപ്പർ പടം. ഒരു ഹൊറർ അടിപൊളി. മാത്യുവിൻ്റെ ഇത്തിരി പക്വതയാർന്ന മെച്ചുവേർഡ് ആക്ഷനും ഈ നൈറ്റ് ഡേയ്സ് എന്താണ് ഒരു ഡിഫറെൻ്റ് ആയിട്ട് തോന്നിച്ച ഒരു എൻഗേജ്ഡ് ആണ്. ഒരുപാട് ചിരിക്കാനൊക്കെ ഉണ്ട്. ഒരു ഹൊറർ ഫണ്ണി അങ്ങനെ മാത്യു തോമസിന്റെ ആക്ടിംഗ് ഒക്കെ പെർഫോം സൂപ്പർ. അവൻ്റെ കുട്ടിത്തത്തിൽ നിന്നും ഒരു മാറ്റം, ഒരു മെച്ചുവേർഡായിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. ഈ സിനിമ ടെക്നിക്കൽ വൈസ് സിനിമയുടെ ടെക്നിക്കൽ എല്ലാം സൂപ്പർ. DOP ആൻഡ് ഗ്രേഡിങ്, മ്യൂസിക്, എഡിറ്റിംഗ്, എവറിത്തിങ് ഇസ് ഓക്കെ. ഹൊറർ കോമഡി എങ്ങനെയുണ്ട് മാത്യുവിന്റെ പടമൊക്കെ? രസമുണ്ടല്ലോ, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഫാമിലി ഓഡിയൻസിന് കിട്ടുന്നൊരു പേടിക്കാനൊക്കെ ഉണ്ടോ? പഠിക്കാനുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാ രീതിക്കും ഉണ്ട് പടം. എടാ, നല്ല പടമായിരുന്നു. എങ്ങനെയുള്ളൊരു സിനിമയാണ്? ഒരു ഫാമിലിക്കൊക്കെ കാണാൻ പറ്റിയ പടം തന്നെ. ഫാന്റസിയാണോ ഹൊററാണോ? ഫാന്റസി അല്ല, പക്ഷെ ഒരു ഫാന്റസി മൂഡൊക്കെ വരുന്നുണ്ട് പടത്തിൽ. കണ്ടിട്ടുണ്ട്, നൈസാ കണ്ടിരിക്കും. ഒരുപാട് ചിരിപ്പിക്കാനൊക്കെ ഉണ്ടോ? അല്ല, അവരുടെ കോമ്പിനേഷനൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ശരിക്കും നന്നായിട്ടുണ്ട്. ശരിക്കുള്ള കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. നൈസാ, താങ്ക് യു. നല്ല രസമുണ്ട്. ഫാമിലി ഒരു എൻ്റർടൈനറാണ്. ഫണ്ണ് ഹൊററാണ് പരിപാടി. മാത്യു സൂപ്പർ. മാത്യുവിൻ്റെ ഒരു കംബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. രണ്ട് പടം ഇടയ്ക്കൊന്ന് കുറച്ച് പ്രശ്നമായല്ലോ, പക്ഷെ ഇത് എല്ലാം നികത്തിയിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്. ഈ ഡിഫറെൻ്റ് ആയിട്ട് തോന്നിച്ചൊരു കാര്യം ഏതായിരിക്കും സിനിമയിൽ? ഡിഫറെൻ്റ്, മാത്യു ഒരു യങ്ങായിട്ട് ഒരു പുതിയൊരു സാധനമാണ്. ഒരു ഹീറോ മെറ്റീരിയലായിട്ട് മാത്യു മാറിയിട്ടുണ്ടെന്നാണ് ഈ പടത്തിൽ നിന്ന് മനസ്സിലായത്. ബാക്കിയൊരു പയ്യൻ ഇമേജ് എന്നുള്ള ഇതിൽ ഒരു യങ്ങിലേക്ക് വന്നിട്ടുണ്ട്. നല്ല സിനിമയായിരുന്നു, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ക്ലൈമാക്സ് ഒക്കെ നല്ല ഹൊററുണ്ട്, അത് നന്നായിട്ട് വർക്കായിട്ടുണ്ട്. ഞാൻ അങ്ങനെ പെട്ടെന്ന് പേടിക്കുന്ന ആളല്ല, പക്ഷെ ഇതിലെ ചില സീക്വൻസ് ഉണ്ട് അപ്പോൾ ശരിക്കും ആ ഒരു ഞെട്ടൽ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ലതായിരുന്നു. 3 പേരുടെയും കോംബോ ആ ഒരു ചെറിയ സട്ടിൽ കോമഡീസ് ആണ്, എന്നാലും ചെറിയ ഡയലോഗ്സ് ഒക്കെ ആയതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു, വർക്കായി. ഫിലിക്കയുടെ നല്ലൊരു ഡയറക്ഷനും വന്നിട്ടുണ്ട്. പിന്നെ ഒരു ഹൊറർ മൂഡാണ്, ഒരു ഗ്രാമത്തിൽ നടക്കുന്ന ഒരു കഥയാണ്, പക്ഷെ അത് നല്ല രീതിയിൽ മേക്ക് ചെയ്തിട്ടുണ്ട്. മ്യൂസിക് ആണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും എല്ലാം നല്ലതാണ്. ഏതായാലും മസ്റ്റ് വാച്ച് തിയേറ്ററാണ്. ഉണ്ട്. ഇപ്പോൾ റോഷൻ ആണെങ്കിലും മാത്യു ആണെങ്കിലും ഇപ്പോൾ ശരത് ബാല ആണെങ്കിലും ഒരു 3 പേരുടെ കോമ്പിനേഷൻ ഏതായാലും നല്ലോണം വർക്കൗട്ട് ആയിട്ടുണ്ട്. അത് ഏതായാലും തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു സിനിമയാണ്. സിനിമ കണ്ടെന്ന് തോന്നി. നല്ല സിനിമയാണ്.